ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മളെ കുഞ്ഞുമണിൻ്റെ 1.5 മാസത്തിൻ്റെ കുത്തിവെപ്പിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പറഞ്ഞ് ഈ കുത്തിവെപ്പ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പിള്ളേർ കാര്യം പനി വരും, അപ്പോൾ ഭയങ്കര സങ്കടമാവും, കുത്തുമ്പോൾ സങ്കടമാവും എന്നെല്ലാം. അപ്പോൾ ഞാൻ വലിയ ഡയലോഗ് ഇളക്കി, സാറില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലതിനല്ല, ഞാൻ കാര്യമൊന്നുമില്ല, ഞാൻ എന്തിനു കാര്യന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ഞാനായിരുന്നു. സത്യം പറഞ്ഞിട്ട് പോയ ഞാനായിരുന്നു. വെറുതെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച് എനക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ വീടാന്നില്ല നോക്കണേ. അപ്പോൾ മലപ്പുറത്ത് വാളക്കുടയിലുള്ള ഹെൽത്ത് സെൻ്ററിലേക്ക് അന്ന് ഞാൻ കുഞ്ഞുമണിനെയും കൊണ്ട് സൂചി വെക്കാൻ പോയത്. അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആശാ വർക്കർ ഷിജി ചേച്ചി ഉണ്ടായിരുന്നു. ഷിജി ചേച്ചിനെ കുറിച്ചിട്ട് പറയാണ്ടിരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ കാസർഗോഡ് പോയപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചത് ഷിജി ചേച്ചിയായിരുന്നു. സൂചി വെച്ചോ മരുന്ന് വാങ്ങിച്ചോ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഞാൻ അമ്മേൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു പറഞ്ഞാൽ എനിക്ക് അവിടെ എത്തുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഉള്ളിൽ ഓരോ കുഞ്ഞുങ്ങളും ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം എൻ്റെ ഊഴം വന്നു. എനിക്കതെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കാനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഒന്നാമതോളം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ട് ഈ സൂചി കുത്തുമ്പോൾ എണീക്കുമെന്നില്ലേ ഒരു പേടി. പിന്നെ അവർ തുള്ളി മരുന്നെല്ലാം തരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുണ്ടായിരുന്നു. തുള്ളി മരുന്ന് കൊടുക്കാൻ വലിയ ഭാവ വ്യത്യാസം ഉണ്ടായിട്ട്, പക്ഷേ സൂചി വരുമ്പോഴാണ് മക്കളെ ഓള് പണി തുടങ്ങിയത്. ഒരു വയറിളക്കം ഉണ്ടാവും, അതിനെതിരെ കൊടുക്കുന്നതാണ് കേട്ടോ. അതന്നെ പിടിച്ചോ. എത്ര ദിവസമായിപ്പോ? 54. ഇവിടുന്ന് എന്നോ ഡെലിവറി? കാസർഗോഡ് വന്നതാ? കാസർഗോഡ് എവിടെ? കാസർഗോഡ് കാടകം ഉള്ളേരിയ. ഇത് പോളിയോൻ്റെ ഇഞ്ചക്ഷനാ. വേദനയും പനി ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. കൈക്ക് കൈ മാറ്റി കൊടുത്ത്. അതല്ല ഓരോ ആ കുട്ടീൻ്റെ കൈ പിടിച്ചേട്ടാ. അവസാനം കൈവിട്ട് പോയി. കുഞ്ഞ് കരയുമ്പോൾ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് കരുതുന്നതിനേക്കാളും മുന്നേ ഞാൻ കരയാൻ തുടങ്ങി. ശരിക്കും ഒരമ്മ എന്ന് പറയുന്നൊരു സാധനം ഞാനിങ്ങനെ ആവുന്ന ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. എല്ലാവരും പറയലുണ്ട് പ്രസവിച്ചിട്ട് കുഞ്ഞെല്ലാം വന്നിട്ട് നമ്മളത് മാറ്റം അറിയല്. ഞാൻ പറയും, ഞാൻ ഈ കുഞ്ഞിക്കളിയും കളിച്ചുകൊണ്ട് നടന്നാൽ ഈ കുഞ്ഞിനെ എന്നെ ആരെങ്കിലും നോക്കേണ്ടി വരുന്നല്ല മാത്രം. അങ്ങനെയൊന്നുമല്ല നമ്മളിൽ ഒരു മാറ്റം വരുന്നത്. ഇത് ആ ഒരു റോഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ മാറുന്നതൊക്കെ ശരിക്കും മനസ്സിലായി. ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഷിജി ചേച്ചി എല്ലാവരും സമാധാനിപ്പിച്ചു. എല്ലാവരും ഇങ്ങനെ എല്ലാ അമ്മമാരും ഇങ്ങനെയെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്. വേദനിക്കുന്നെല്ലാം പറഞ്ഞു, കുഞ്ഞിക്ക് പനി വരും, വേദന ഉണ്ടാവും, അത് കണ്ട് പേടിക്കണ്ട അതെല്ലാം പറഞ്ഞു. അങ്ങനെ മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. ശരിക്കും എന്താ പറയൽ, ഇനിയിപ്പോൾ 2.5 മാസത്തിൽ സൂചിയുണ്ട്, 3.5 മാസത്തിൽ സൂചിയുണ്ട്, അതെല്ലാം നല്ല വേദന ഉണ്ടാവും എന്നല്ല ഒരാൾ പറയുമ്പോഴും എല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, അവളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാലോചിക്കുമ്പോൾ ഒരു സന്തോഷം.